എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പവർ ട്രാൻസ്മിഷൻ ടോപ്പിക്കിനകത്ത് നമുക്ക് നിരവധി ഡിവൈസസ് അല്ലെങ്കിൽ എലമെന്റുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലൈക്ക് ഗിയർ എന്ന് പറയുന്ന ഒരു പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് ആണ്. അതുപോലെ തന്നെ ബെൽറ്റ് എന്ന് പറയുന്നത് മറ്റൊരു പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് ആണ്. സോ അത്തരത്തിൽ നിരവധി പവർ ട്രാൻസ്മിഷൻ മെത്തേഡുകൾ അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗിയർ എന്ന് പറയുന്ന ഒരു മെഷീൻ എലമെന്റ് ആണ്. ഗിയർ എന്ന് പറയുന്ന ഒരു പവർ ട്രാൻസ്മിഷൻ എലമെന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗിയർ, അതിന്റെ പർപ്പസ് എന്താണ്, ഗിയറിന്റെ ഒരു പ്രത്യേകതകൾ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഗിയർ ആണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ഒരു ITI ലെവൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മനസ്സിലാക്കേണ്ട ഗിയർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് പോകാം. ഗിയർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ. ഇത്തരത്തിൽ എന്താണ്, ഒരു ഡിസ്ക് ഉണ്ടാവും, ഡിസ്കിന്റെ മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ടീത്തുകൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ഒരു ഡിസ്കിനെ വിളിക്കുന്ന പേരാണ് അല്ലെ ഡിസ്ക് വിത്ത് എ ടീത്ത് അല്ലെ. ആ ഒരു സർക്കംഫറൻഷ്യല്, ആ ഒരു ഡിസ്കിന്റെ സർക്കംഫറൻഷ്യല് ഇത്തരത്തിലുള്ള ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആ ഒരു ടീത്തോട് കൂടിയിട്ടുള്ള ആ ഒരു ഡിസ്കിനെ വിളിക്കുന്ന പേരാണ് ഗിയർ എന്ന് പറയുന്നത്. സോ ഗിയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു വീലാണ് ഹാവിംഗ് ടീത്ത് ഓൺ ഓഫ് യൂണിഫോം ഫോർമേഷൻ പ്രൊവൈഡഡ് ഓൺ ഇറ്റ്സ് സർക്കംഫറൻഷ്യൽ സർഫസ് ഈസ് കോൾഡ് ഗിയർ. അപ്പൊ ഗിയറിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ ആ ഗിയർ എന്ന് പറയുന്നത് ഒരു വീലാണ് അല്ലെ, ഒരു ഡിസ്ക് ആണ്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ടീത്തുകൾ യൂണിഫോം ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. യൂണിഫോം എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടുള്ള അകലത്തിൽ നമ്മൾ യൂണിഫോം ആയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. എവിടെയാണ്, ഓൺ ദ സർക്കംഫറൻഷ്യൽ സർഫസ് അല്ലെ, അതിന്റെ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ സർക്കംഫറൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു വീലിനെ അല്ലെ, ടീത്തോട് കൂടിയിട്ടുള്ള ആ ഒരു വീലിനെ വിളിക്കുന്ന പേരാണ് ഗിയർ എന്ന് പറയുന്നുണ്ടാവുക. സോ ഗിയേഴ്സ് ആർ ടൂത്തഡ് വീൽസ് അല്ലെ, ഇത്തരത്തില് ടീത്തുകളോട് കൂടിയിട്ടുള്ള വീലുകളെ വിളിക്കുന്ന പേരാണ് ഗിയർ എന്ന് പറയുന്നത്. ടൂത്തഡ് വീൽസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ അല്ലെ, ഇത്തരത്തില് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടീത്തുകളോട് കൂടിയിട്ടുള്ള വീലിനെ വിളിക്കുന്ന പേരാണ് ഗിയർ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഗിയർ പവർ ട്രാൻസ്മിഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, ഗിയേഴ്സ് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ രണ്ട് ഷാഫ്റ്റുകൾ, ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഷാഫ്റ്റിന്റെ ആക്സിസ്. സോ ഇത്തരത്തിലുള്ള ഒരു ഷാഫ്റ്റ് ആണെന്നിരിക്കാം. ഓക്കെ, അത് നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷൻ കാണാൻ പറ്റും. മറ്റൊരു ഷാഫ്റ്റ് ഇത്തരത്തിൽ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഷാഫ്റ്റ്, അതിന്റെ സെന്റർ. ഓക്കെ, ഈ രണ്ട് ഷാഫ്റ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഗിയർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവും. ഗിയർ നമ്മൾ ഫിറ്റ് ചെയ്തു, മറ്റൊരു ഗിയർ ഇത്തരത്തിൽ ഫിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഇത്തരത്തിൽ ഈ ഷാഫ്റ്റിൽ നിന്നും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷാഫ്റ്റ് എയിൽ നിന്നും ഷാഫ്റ്റ് ബിയിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഇത്തരത്തില് ആ ഒരു ഗിയർ യൂസ് ചെയ്യാം. സോ ആ രണ്ട് ഷാഫ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഡിസ്റ്റൻസ്. ഇതിനാണ് സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ടാവുക. ഇത്തരത്തില് രണ്ട് ഷാഫ്റ്റുകൾക്കിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഡിസ്റ്റൻസ്. ആ സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും. സോ സ്മോൾ സെന്റർ ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തില് രണ്ട് സ്മോൾ സെന്റർ ഡിസ്റ്റൻസ് കളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പവർ ട്രാൻസ്മിഷൻ മെത്തേഡ് ഏതാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അതായത് വളരെ ചെറിയ സെന്റർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ട്രാൻസ്മിഷൻ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയേഴ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഗിയേഴ്സ് ആർ യൂസ്ഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ടു ഷാഫ്റ്റ് വിത്ത് എ സ്മോൾ സെന്റർ ഡിസ്റ്റൻസ്. വളരെ ചെറിയ സെന്റർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്ത് രണ്ട് ഷാഫ്റ്റുകൾക്കിടയിൽ നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടീത്തുകളോട് കൂടിയിട്ടുള്ള വീൽ ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് ഗിയർ എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ എന്താണ്, നമുക്കൊരു ഗിയർ ട്രെയിൻ കാണുന്നുണ്ടാവും അല്ലെ. സോ ഇവിടെ ഒരു ഗിയർ അല്ലെ, ഇത് എ എന്ന് പറയുന്ന ഗിയർ, ഇത് ബി എന്ന് പറയുന്ന ഗിയർ. അപ്പൊ എയും ബിയും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിനെ മെഷ് എന്ന് പറയാം അല്ലെ, മെഷിങ് എന്ന് പറയാം. അപ്പൊ മെഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബി എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് ഓർത്തിരിക്കാം അല്ലെ. ഇത് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇത്തരത്തില് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഗിയർ ഈസ് എ റിജിഡ് ഡ്രൈവ് ആൻഡ് ഹയർ പെയർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ടേമുകളാണ്. എന്താണ് റിജിഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഡ്രൈവുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് റിജിഡ് ഡ്രൈവ് എന്നും മറ്റൊന്ന് ഫ്ലെക്സിബിൾ ഡ്രൈവ് എന്നും. ഓക്കെ, അപ്പൊ ഇവിടെ ഗിയർ എന്ന് പറയുന്നത് അത്ര എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആണോ? അല്ല. ഓക്കെ, അപ്പൊ അത്തരത്തില് ഇപ്പം ബെൽറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആണ് അല്ലെ. അപ്പോൾ എന്താണ്, ആ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. സോ ഗിയർ എന്ന് പറയുന്ന ഒരു റിജിഡ് ഡ്രൈവ് ആണ്.
അതുപോലെ തന്നെ ഹയർ പെയർ ആണ്. എന്താണ് ഈ ഹയർ പെയർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഇവിടെ ഹയർ പെയർ എന്ന് പറഞ്ഞാൽ അവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അവിടെ കോണ്ടാക്ട് എങ്ങനെയാണ്? ലൈൻ അല്ലെങ്കിൽ പോയിന്റ് ആണ്. അവിടെ രണ്ട് ടീത്തുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ലൈൻ കോണ്ടാക്ട് അല്ലെങ്കിൽ പോയിന്റ് കോണ്ടാക്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പെയറുകളെ വിളിക്കുന്ന പേരാണ് ഹയർ പെയർ എന്ന് പറയുന്നത്. എന്നാൽ ലോവർ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ പെയർ എന്ന് പറഞ്ഞാൽ അവിടെ സർഫസ് കോണ്ടാക്ട് ആയിരിക്കും ഉണ്ടാവുക. അല്ല, ഇത്തരത്തിൽ രണ്ട് എലമെന്റുകൾ തമ്മിൽ സർഫസ് കോണ്ടാക്ട് ആണെന്നുണ്ടെങ്കിൽ ലോവർ പെയർ എന്നും, അതല്ല പോയിന്റ് അല്ലെങ്കിൽ ലൈൻ കോണ്ടാക്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതിനെ ഇത്തരത്തിൽ ഹയർ പെയർ എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് പറയാം മറ്റൊരു പോയിന്റ് ആണ് ഗിയർ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. എന്താണ് ഈ പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ? ഗിയർ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ്, തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ഒരു പോസിറ്റീവ് ഡ്രൈവ് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം ഗിയർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഗിയർ പോസിറ്റീവ് ഡ്രൈവ് ആവുന്നുണ്ടാവുക? അതായത് അവിടെ സ്ലിപ്പേജ് ഇല്ല അല്ലെങ്കിൽ സ്ലിപ്പിംഗ് ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. അവിടെ സ്ലിപ്പ് 0 ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. എന്താണ് ഈ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു റിലേറ്റീവ് മോഷൻ അല്ലെ. നമ്മൾ സാധാരണഗതിയിൽ ബെൽറ്റ് ഡ്രൈവ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ പുള്ളി കിടന്ന് റൊട്ടേറ്റ് ചെയ്യും, പക്ഷെ ബെൽറ്റ് അതനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അവിടെ ഒരു റിലേറ്റീവ് മോഷൻ വരുന്നുണ്ടാകും. അത്തരത്തിലുള്ള റിലേറ്റീവ് മോഷൻ എവിടെ ഇല്ല? നമ്മളുടെ ഗിയറുകളിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം അതൊരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം അതൊരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. സോ ഗിയർ എന്ന് പറയുന്നത് എന്താണ്? ഗിയേഴ്സ് ആർ പോസിറ്റീവ് ഡ്രൈവ് അല്ലെ. ഇത്തരത്തിലൊരു പോസിറ്റീവ് ഡ്രൈവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഗിയർ എന്ന് പറയുന്നത്. ബൈ മീൻസ് ഓഫ് ഗിയർ ഓർ ടൂത്തഡ് വീൽസ് വിത്ത് നോ സ്ലിപ്പ്. അവിടെ സ്ലിപ്പ് ഉണ്ടോ? ഇല്ല, സ്ലിപ്പ് 0 ആണെന്ന് നമുക്ക് പറയാം അല്ലെ. ഇത്തരത്തിൽ സ്ലിപ്പ് 0 ആണ് അല്ലെങ്കിൽ സ്ലിപ്പ് ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ സ്ലിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. അതൊരു ഹയർ പെയർ ആണ്. അതായത് ലൈൻ അല്ലെങ്കിൽ പോയിന്റ് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു റിജിഡ് ഡ്രൈവ് ആണ്. വളരെ ചെറിയ സെന്റർ ഡിസ്റ്റൻസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പവർ ട്രാൻസ്മിറ്റിംഗ് മെത്തേഡ് ആണ് ഇത്തരത്തിൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോളർ ഗിയർ ഈസ് കോൾഡ് പിനിയൻ. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ രണ്ട് ഗിയറുകൾ നമ്മൾ മെഷ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ചെറിയ ഗിയറുകളെ വിളിക്കുന്ന പേരാണ് പിനിയൻ ഗിയർ എന്ന് വിളിക്കുന്നത്. എന്താണ്? പിനിയൻ ഗിയർ എന്ന് വിളിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ വലിയ ഗിയറിനെ വിളിക്കുന്ന പേരാണ് ഗിയർ വീൽ എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ ഗിയറിനെ വിളിക്കുന്ന പേരാണ് പിനിയൻ, വലിയ ഗിയറിനെ വിളിക്കുന്ന പേരാണ് ഗിയർ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഈ ഗിയറിന്റെ പർപ്പസ് എന്താണ്? എന്തിനാണ് നമ്മൾ ഈ ഗിയർ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഗിയർ ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ടോർക്ക് അല്ലെങ്കിൽ മോഷൻ ഫ്രം ഡ്രൈവിംഗ് ഷാഫ്റ്റ് ടു ഡ്രിവൺ ഷാഫ്റ്റ് അല്ലെ. ഇത്തരത്തില് ഒരു ഷാഫ്റ്റിൽ നിന്നും മറ്റൊരു ഷാഫ്റ്റിലേക്ക് നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഗിയറുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് രണ്ട് ഷാഫ്റ്റുകൾ പറയാം. ഒന്ന് ഡ്രൈവിംഗ് ഷാഫ്റ്റ്, ഓക്കെ, ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡ്രിവൺ ഷാഫ്റ്റ്, ഡ്രിവൺ ഷാഫ്റ്റ്. അപ്പൊ ഈ പറഞ്ഞ ഡ്രൈവിംഗ് ഷാഫ്റ്റും ഉണ്ടാകും, ഡ്രിവൺ ഷാഫ്റ്റ്. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളുടെ ഡ്രൈവിംഗ് എന്നിരിക്കട്ടെ, ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഇതാണ് നമ്മളുടെ ഡ്രിവൺ ഷാഫ്റ്റ് എന്നിരിക്കട്ടെ, ഡ്രിവൺ ഷാഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഇവിടെ പിനിയൻ ആണ്. ഇതിനെ നമ്മൾ ഗിയർ വീൽ എന്ന് പറഞ്ഞു അല്ലെ, ഗിയർ വീൽ എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തില് എന്താണ് ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്നും ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗിയറിന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഡ്രിവൺ ഷാഫ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോളോവർ ഷാഫ്റ്റ്. ഓക്കെ, അപ്പൊ മറ്റൊരു പ്രത്യേകതകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് വെലോസിറ്റി റേഷ്യോ ക്യാൻ ബി മെയിൻറ്റൈൻഡ്. എല്ലായ്പ്പോഴും നമുക്കൊരു വെലോസിറ്റി റേഷ്യോ, കൃത്യമായിട്ടുള്ള വെലോസിറ്റി റേഷ്യോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സ്പീഡ് ഓഫ് ഡ്രൈവർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രിവൺ. ഓക്കെ, ഡ്രിവൺ അല്ലെങ്കിൽ ഫോളോവർ. അപ്പൊ അത്തരത്തിൽ ആ ഒരു റേഷ്യോനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി റേഷ്യോ അല്ലെങ്കിൽ സ്പീഡ് റേഷ്യോ എന്നൊക്കെ പറയാറുണ്ട്. സ്പീഡ് ഓഫ് ഡ്രൈവർ ഗിയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രിവൺ ഗിയർ ആണ് നമ്മളുടെ ആ ഒരു വെലോസിറ്റി റേഷ്യോ. എല്ലായ്പ്പോഴും കൃത്യമായിട്ടുള്ള വെലോസിറ്റി റേഷ്യോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിയേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാൻ ട്രാൻസ്മിറ്റ് ലാർജ് പവർ. വലിയ പവറുകളൊക്കെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. ലാർജ് പവർ ഒക്കെ നമുക്ക് ഒരു പവർ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് ആണ് അല്ലെങ്കിൽ മെത്തേഡ് ആണ് ഗിയർ എന്നുള്ളത് നമുക്കറിയാം, അല്ലെങ്കിൽ ഗിയർ ട്രാൻസ്മിഷൻ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ വളരെ വലിയ പവറുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. കൺവീനിയന്റ്ലി യൂസ്ഡ് ഫോർ ഷാഫ്റ്റ് വിത്ത് സ്മോൾ സെന്റർ ഡിസ്റ്റൻസ്. വളരെ ചെറിയ സെന്റർ ഡിസ്റ്റൻസുകളിൽ നമുക്ക് നമ്മുടെ ഗിയർ ഡ്രൈവുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഹാസ് ഹൈ എഫിഷ്യൻസി. വളരെ വലിയ എഫിഷ്യൻസി ഉണ്ടാകും എന്നുള്ളതും ഓർത്തിരിക്കാം. വലിയൊരു എഫിഷ്യൻസി നല്ലൊരു എഫിഷ്യൻസി നമുക്ക് ഇവിടെ കിട്ടും. വളരെ വലിയ പവറുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ചെറിയ സെന്റർ ഡിസ്റ്റൻസുകളിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. എക്സാക്ട് വെലോസിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതൊക്കെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഗിയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, മാനുഫാക്ചറിങ്ങിന്റെ ഉണ്ടാകുന്ന
ഉള്ള പ്രത്യേകതകൾ, അതായത് മാനുഫാക്ചറിംഗ് അകത്ത് ഉണ്ടാവുന്ന ചെറിയ സ്പെഷ്യൽ ടൂൾസുകൾ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് അല്പം കോസ്റ്റ്ലി ആണെന്നുള്ള ഓർത്തിരിക്കുക അല്ലെ. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് നമുക്ക് വേണ്ടി വരും ആ ഒരു ഗിയർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇന്നാക്യുറേറ്റ് മെഷീനിങ്, അതായത് നമ്മൾ മെഷീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗിയറിന്റെ ടീത്തിന്റെ കാൽക്കുലേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അവിടെ ചെറിയ ചെറിയ എന്താണ് ഇനാക്യുറസി വന്നു കഴിഞ്ഞാൽ എന്താണ് ടോട്ടൽ ആ ഒരു നമ്മളുടെ ഗിയർ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാമേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ആയിട്ട് വരും. സോ ഇന്നാക്യുറേറ്റ് മെഷീനിങ് ഓഫ് ടീത്ത് ക്യാൻ കോസ് ഹൈ വൈബ്രേഷൻ. ഇത്തരത്തിൽ മോശമായിട്ടുള്ള ടീത്തുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അക്യുറസി ഇല്ലാത്ത ടീത്തുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വൈബ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ലൂബ്രിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ടീത്തുകൾ കൃത്യമായിട്ട് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ വൈബ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലാണ്. നെക്സ്റ്റ് ഗിയർ മെറ്റീരിയൽ. ഗിയർ എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ വെച്ച് നമ്മൾ ഗിയർ ഉണ്ടാക്കാറുണ്ട്. സ്റ്റീല്, ശ്രദ്ധിക്കുക, ഫോസ്ഫറസ്, ബ്രോൺസ് യൂസ്ഡ് ഫോർ വേം ഗിയർ ഇൻ ഓർഡർ ടു റെഡ്യൂസ് വെയർ ഓഫ് ദ വേം. ഇത്തരത്തില് ഫോസ്ഫറസ് ബ്രോൺസ് നമ്മൾ വേം ഗിയർ ഒരു ടൈപ്പ് ഗിയർ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഓർത്തിരുന്നാൽ മതിയാകും. ഇപ്പൊ തൽക്കാലം വേം ഗിയറുകളിൽ വേം ഗിയർ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോസ്ഫറസ് ബ്രോൺസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോസ്ഫറസ് ബ്രോൺസ് യൂസ് ചെയ്യാറുണ്ട്, സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു കാസ്റ്റ് അയൺ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നോൺ മെറ്റാലിക് ആയിട്ടുള്ള പ്ലാസ്റ്റിക്, വുഡ്, റബ്ബർ അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ഗിയറുകൾ മാനുഫാക്ചർ ചെയ്യാറുണ്ട് എന്നുള്ളതും ഓർത്തിരിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു ഷാഫ്റ്റിന്റെ പൊസിഷൻ, അതായത് നമ്മളൊരു ഷാഫ്റ്റ് കൺസിഡർ ചെയ്യുക, ആ ഷാഫ്റ്റിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഗിയറുകൾ ഘടിപ്പിക്കുന്നുണ്ടാവുക അല്ലെ, ഗിയറുകൾ നമ്മളത് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവുക അല്ലെ, ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന ഷാഫ്റ്റിന്റെ ഒക്കെ എന്താണ് പൊസിഷനുമായി ബന്ധപ്പെട്ട്, ഷാഫ്റ്റിന്റെ ഒക്കെ പൊസിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ആ ഒരു പൊസിഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഏതൊക്കെ ടൈപ്പ് ഗിയറുകൾ യൂസ് ചെയ്യുന്നു. അപ്പം പാരലൽ ഷാഫ്റ്റ്, രണ്ട് ഷാഫ്റ്റുകൾ പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തെ ഷാഫ്റ്റ്, ഇത് രണ്ടാമത്തെ ഷാഫ്റ്റ്, രണ്ട് ഷാഫ്റ്റുകൾ പാരലായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഗിയറുകൾ യൂസ് ചെയ്യും എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ഹെറിംഗ് ബോൺ ഗിയർ, അതുപോലെ തന്നെ എന്താണ് മിറ്റർ ഗിയറുകൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഹെറിംഗ് ബോൺ അതുപോലെ ഡബിൾ ഹെലിക്കൽ ഗിയറുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഡബിൾ ഹെലിക്കൽ ഗിയറുകളും യൂസ് ചെയ്യാറുണ്ട്. സോ ഇൻക്ലൈൻഡ് ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്താണ് ഇൻക്ലൈൻഡ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ആക്സിസ് ഇൻക്ലൈൻഡ് ആണ്, അല്ലെങ്കിൽ അത് ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിന്റെ ആക്സിസ് ഉണ്ടാവുക. രണ്ട് ഷാഫ്റ്റ് എന്താണ് വന്ന് കൂട്ടിമുട്ടുന്ന രീതിയിൽ അല്ല, ഇത്തരത്തിൽ ഫോർ എക്സാമ്പിൾ 90 ഡിഗ്രി ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്താണ് അതിന്റെ ആക്സിസ് വന്നിട്ട് കൂട്ടിമുട്ടുന്ന രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ബിവൽ ഗിയറുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. ബിവൽ ഗിയർ അല്ലെ, ഇന്റർസെക്ടിങ് ഷാഫ്റ്റ് ആണെങ്കിൽ ബിവൽ ഗിയറുകൾ. അതുപോലെ നോൺ പാരലൽ നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ ഷാഫ്റ്റ്. ഓർത്തിരിക്കാം, സ്ക്യൂ ഷാഫ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ സ്ക്യൂ ഷാഫ്റ്റുകളിൽ നമുക്ക് വോം ആൻഡ് വോം വീൽസ് ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് വൺ ബൈ വൺ നോക്കാം എങ്ങനെയാണ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്, ആ ഷാഫ്റ്റിന്റെ ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്താണ് പാരലൽ, ഇപ്പൊ പാരലായിട്ടുള്ള ഷാഫ്റ്റുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പർ ഗിയർ. ഒന്നാമത് പഠിക്കുന്നതാണ് സ്പർ ഗിയർ. എന്താണ് ഈ സ്പർ ഗിയർ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പർ ഗിയർ അല്ലെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അതിന്റെ ടീത്തുകൾ, ഇതാണ് നമ്മളുടെ ആ ഒരു ഷാഫ്റ്റിന്റെ ആക്സിസ്. ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ടീത്തുകൾ കട്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കുക, പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ടീത്തുകൾ കട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു സ്പർ ഗിയർ ആണ്. ഓക്കെ, സ്പർ ഗിയറിന്റെ പ്രത്യേകത, ടീത്ത് ആർ കട്ട് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. ആ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മളുടെ ടീത്തുകൾ കട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു സ്പർ ഗിയർ ആണ്. സ്പർ ഗിയർ ആർ ഓൺലി യൂസ്ഡ് വെൻ ഷാഫ്റ്റ് ആർ പാരലൽ. ഇത്തരത്തിൽ ഷാഫ്റ്റ് പാരലൽ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ സ്പർ ഗിയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്പർ ഗിയറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണ്, അത്തരത്തിൽ ആ ഒരു ടീത്തുകൾ കട്ട് ചെയ്തിരിക്കുന്നത് ആ ആക്സിസിന് പാരലാണ്. സോ ഇതിന്റെ ഒരു മറ്റൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് മെഷർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നാണ് അത് വന്നിട്ട് ആ ഒരു ടീത്തുകൾ എൻഗേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇമ്പാക്ട് സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടീത്തിന്റെ ആ ഒരു ലൈഫ് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. കൂടുതൽ ലൂബ്രിക്കേഷൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും, ലൈഫ് കുറവാണ്, വെയർ ആൻഡ് ടയർ കൂടുതലാണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, അതൊന്നും ഓർത്തിയാൽ മതിയാകും. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഗിയർ ആണ് ഹെലിക്കൽ ഗിയറുകൾ. ഏതാണ് ഹെലിക്കൽ ഗിയർ? അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫ്റ്റ് രണ്ടും പാരലൽ ആണ്. അവിടെ ആ ഒരു സന്ദർഭത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗിയറുകളാണ് ഒന്ന് സ്പർ ഗിയർ എന്ന് പറയുന്നത്, രണ്ട് പഠിക്കാൻ പോകുന്നതാണ് ഹെലിക്കൽ ഗിയർ. എന്താണ് ഈ ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞാൽ,
ഈ ചിത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവിടെ നമ്മളുടെ ആ ഒരു ടീത്തുകൾ കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് ആയിട്ടാണ് ടീത്തുകൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമുക്ക് ഓർത്തിരിക്കുക അല്ലെ. സോ ടീത്തുകൾ കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് ആയിട്ടാണ്. സോ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഒരു ഹെലിക്സ് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. സോ ഹിയർ the teeth are cut inclined to their axis of rotation. ആക്സിസ് ഓഫ് റൊട്ടേഷന് എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ടാണ് അവിടെ ടീത്തുകൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് മേ ബി യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ടു പാരലൽ ഷാഫ്റ്റ്. ഇത്തരത്തിൽ രണ്ട് പാരലൽ ഷാഫ്റ്റുകൾ, ഇത്തരത്തിൽ രണ്ട് ആക്സിസും കാണാൻ സാധിക്കും അല്ലെ. രണ്ട് ഷാഫ്റ്റുകൾ പാരലൽ ആണ്. അപ്പൊ പാരലൽ ഷാഫ്റ്റുകളിൽ നമുക്ക് ഹെലിക്കൽ ഗിയറുകൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ ഹെലിക്കൽ ഗിയർ റൺ മോർ സൈലന്റ്ലി ദാൻ സ്പർ ഗിയർ. നമ്മൾ നേരത്തെ കണ്ടു സ്പർ ഗിയർ എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ഒരു കോൺടാക്ട്, അപ്പൊ സഡൻ ആയിട്ടുള്ള ഒരു കോൺടാക്ട്, ഇമ്പാക്ട് ആയിരിക്കും, പെട്ടെന്നായിരിക്കും ഡയറക്റ്റ് കോൺടാക്റ്റിലേക്ക് വരിക. അപ്പൊ അവിടെ ഒരു ചെറിയ സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് നോയ്സി ആണ് നമ്മുടെ ആ ഒരു സ്പർ ഗിയർ എന്ന് പറയുന്നത്. ലൈഫും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും നമുക്ക് ഹെലിക്കൽ ഗിയർ കിട്ടുന്നുണ്ടാവുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ടീത്ത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും എൻഗേജ് ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു സഡൻ എൻഗേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആയിരിക്കും നമ്മളുടെ ആ ഒരു ഹെലിക്കൽ ഗിയറുകളിൽ ഉണ്ടാവുക. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് വളരെ സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ നോയ്സ്ലെസ് ആയിട്ട് നമുക്ക് നോയ്സ് വളരെ കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് ഗിയർ ആണ്? ഇത്തരത്തിലുള്ള ഹെലിക്കൽ ഗിയറുകളാണെന്നുള്ളത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, this gear may be used for connecting shafts that are at angle in the same plane of different planes. അപ്പൊ ഇത്തരത്തിൽ പലപ്പോഴും ഇത്തരത്തിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കേസിലും നമ്മൾ ഇത്തരത്തിൽ എന്താണ് ഹെലിക്കൽ ഗിയറുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാകും. പക്ഷെ കൂടുതലും നമ്മൾ ഇത്തരത്തിൽ പാരലൽ ഷാഫ്റ്റുകൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം വളരെ സ്മൂത്ത് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഹെലിക്കൽ ഗിയർ. ബിക്കോസ് there will always be more than one tooth in contact. more than one tooth അവിടെ കോൺടാക്ട് ഉണ്ടാവും. The only disadvantage, ഇവിടെ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആക്സിയൽ ത്രസ്റ്റ് ഉണ്ടാകും. എന്താണ്? ശ്രദ്ധിക്കുക, ആക്സിയൽ ത്രസ്റ്റ് ഉണ്ടാകും. എന്താണ് ഈ ആക്സിയൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതായത് നമുക്കറിയാം ഇൻക്ലൈൻഡ് ആയിട്ടാണ് അവിടെ കോൺടാക്ട് വരുന്നുണ്ടാവുക. സോ ഫോഴ്സ് ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കമ്പോണന്റ് ഉണ്ടാവും. ഒന്ന് നമ്മുടെ എന്താണ് പാരലൽ കമ്പോണന്റ് ഉണ്ടാവും, ഒന്ന് പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിൽ പാരലൽ കമ്പോണന്റ് അലോങ് ദ ആക്സിസ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ത്രസ്റ്റ് ഫോഴ്സുകൾ അലോങ് ദ ആക്സിസ് അവിടെ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് ഫോഴ്സുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം അല്ലെ. ഇത്തരത്തിൽ ത്രസ്റ്റ് ഫോഴ്സ് വന്നാൽ നമ്മൾ ഈ ഒരു മെഷീനിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ദ ഓൺലി ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ദിസ് ഗിയർ ഈസ് ദാറ്റ് there will be an axial thrust tending the shaft to move axially. ഈ ഷാഫ്റ്റിനെ ആക്സിയൽ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ടെൻഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെ, എന്താണ് അതിനെ അങ്ങനെ ടെംപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് അവിടെ ആക്സിയൽ ത്രസ്റ്റ് വരുന്നുണ്ടാകും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്നുള്ളതും ഓർത്തിരിക്കാം. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഡബിൾ ഹെലിക്കൽ ഗിയർ. ഡബിൾ ഹെലിക്കൽ ഗിയർ ഈ ചിത്രത്തിലേക്ക് നോക്കേ. ഡബിൾ ഹെലിക്കൽ, അതായത് രണ്ട് ഹെലിക്കൽ ഗിയറുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഹെലിക്കൽ, അതായത് രണ്ട് ഡബിൾ ഹെലിക്കൽ ഗിയർ അല്ലെ, രണ്ട് ഹെലിക്കൽ ഗിയറുകൾ വെച്ചതുപോലെ ചേർത്ത് വെച്ചതുപോലെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അല്ലെ. പക്ഷെ ഇടയിൽ ഒരു ഗ്രൂവ് നിങ്ങൾ കാണാൻ സാധിക്കും, ചെറിയൊരു ഗ്രൂവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അവിടെ നോക്കി ഇത്തരത്തിൽ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡ് ഹെലിക്സ് പോലെ എന്താണ് ഓപ്പോസിറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഹെലിക്സുകളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ടു ഹെലിക്കൽ ഗിയർ ഓഫ് ഓപ്പോസിറ്റ് ഹാൻഡ് അല്ലെ, ശ്രദ്ധിക്കാം, രണ്ട് ടു ഹെലിക്കൽ ഗിയർ ഓഫ് ഓപ്പോസിറ്റ് ഹാൻഡ് ആർ ജോയിൻഡ് ടുഗദർ സൈഡ് ബൈ സൈഡ് ടു ഫോം എ ഡബിൾ ഹെലിക്കൽ ഓർ ഹെറിംഗ് ബോൺ ഗിയർ. ഇത്തരത്തിൽ ഡബിൾ ഹെലിക്കൽ അല്ലെങ്കിൽ മറ്റൊരു ടൈപ്പാണ് ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുന്നത്. ആ ഹെറിംഗ് ബോൺ ഗിയർ ആയാലും ഡബിൾ ഹെലിക്കൽ ആയാലും നമ്മൾ ഇത്തരത്തിൽ ഓപ്പോസിറ്റ് ഹാൻഡുകളോട് കൂടിയിട്ടുള്ള രണ്ട് ഹെലിക്കൽ ഗിയറുകൾ ചേർത്ത് വെച്ചാൽ മതിയാകും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ ഡബിൾ ഹെലിക്കൽ എന്ന് പറയുമ്പോൾ? The teeth of two rows are separated by a groove അല്ലെ. ആ രണ്ട് ടീത്തുകൾക്കിടയിൽ ഒരു ഗ്രൂവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം അത് ഡബിൾ ഹെലിക്കലാണ്. അപ്പോ ഡബിൾ ഹെലിക്കൽ ഗിയറിന്റെ പ്രത്യേകത ഇടയിൽ ഗ്രൂവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡബിൾ ഹെലിക്കൽ ഗിയർ, അവിടെ ഇടയിൽ ഗ്രൂവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം ഹെറിംഗ് ബോൺ ഗിയർ. ദിസ് ടൈപ്പ് ഓഫ് ഗിയർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ആക്സിയൽ ത്രസ്റ്റ്. ഇവിടെ ആക്സിയൽ ത്രസ്റ്റ് വരില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് അവിടെ ഓപ്പോസിറ്റ്, അതായത് ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും ആയതുകൊണ്ട് തന്നെ ആ ഒരു ആക്സിയൽ ഫോഴ്സ് വന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ട് ക്യാൻസൽ ആയി പോകും. ഓക്കെ, രണ്ട് ഭാഗത്തേക്കും വരുന്നത് ആ ഓപ്പോസിറ്റ് വന്നിട്ട് അത് ക്യാൻസൽ ആയിട്ട് പോകുന്നുണ്ടാകും. അലോങ് ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് വരുന്ന ആ ഒരു ഫോഴ്സുകൾ രണ്ടും എന്താണ് കൂട്ടിമുട്ടി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്യാൻസൽ ആയി പോകുന്നുണ്ടാകും. അതുകൊണ്ട് നമുക്ക് അവിടെ ആക്സിയൽ ത്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹെലിക്കൽ ഗിയറുകളിൽ ഉണ്ടാവുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അവിടെ ആക്സിയൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ആക്സിയൽ ത്രസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തു. രണ്ട് ഹെലിക്കൽ ഗിയറുകൾ, ഓപ്പോസിറ്റ് ഹാൻഡുകളിലുള്ള രണ്ട് ഹെലിക്കൽ ഗിയറുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് എന്താണ് ഇത്തരത്തിലുണ്ടാവുന്ന
ആ ഒരു ആക്സിയൽ ത്രസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് ഗിയർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ആക്സിയൽ ത്രസ്റ്റ് ആൻഡ് ബീയിങ് സ്ട്രോങ് ഈസ് യൂസ്ഡ് ഇൻ ഹെവി ഡ്യൂട്ടി മെഷീൻസ് ലൈക്ക് സ്റ്റീൽ റോൾ മിൽസ്. ഇത്തരത്തില് സ്റ്റീൽ റോൾ മില്ലുകളിലൊക്കെ ഹെവി ഡ്യൂട്ടി പർപ്പസുകൾക്കൊക്കെ നമ്മൾ സാധാരണ ഡബിൾ ഹെലിക്കൽ ഗിയർ അല്ലെങ്കിൽ ഹെറിംഗ് ബോൺ ഗിയർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡബിൾ ഹെലിക്കൽ ഗിയർ എന്ന് പറയുമ്പോൾ 2 ഹെലിക്കൽ ഗിയറുകൾ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് അവിടെ ഇടയിൽ ഒരു ഗ്രൂവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അത്തരത്തിലുള്ള ഗിയറാണ് ഡബിൾ ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻക്ലിനേഷൻ ഓഫ് ഡബിൾ ഹെലിക്കൽ ഗിയർ മീറ്റ് അറ്റ് എ കോമൺ അപ്പെക്സ്, അല്ലെ, ഒരു കോമൺ അപ്പെക്സിലേക്ക് മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ടീത്തുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള ഗിയറുകളെ വിളിക്കുന്ന പേരാണത് ഹെറിംഗ് ബോൺ ഗിയർ. അതിനെ വിളിക്കുന്ന പേരാണ് ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻക്ലിനേഷൻ ഓഫ് ഡബിൾ ഹെലിക്കൽ ഗിയർ മീറ്റ് അറ്റ് എ കോമൺ അപ്പെക്സ് ആൻഡ് ദർ ഇസ് നോ ഗ്രൂവ്. അവിടെ പ്രത്യേകിച്ച് ഗ്രൂവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ദർ ഇസ് നോ ഗ്രൂവ് ബിറ്റ്വീൻ ദ ഗിയേഴ്സ് ഈസ് നോൺ ആസ് ഹെറിംഗ് ബോൺ ഗിയർ. അപ്പൊ ഇത്തരത്തിലുള്ള ഹെറിംഗ് ബോൺ ഗിയർ ആയിക്കോട്ടെ, ഡബിൾ ഹെലിക്കൽ ഗിയർ ആയിക്കോട്ടെ, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ ആക്സിയൽ ത്രസ്റ്റിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള എൻഗേജ്മെന്റ് കിട്ടും. വളരെ നോയ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ ഉള്ള ടൈപ്പാണ് ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ. ഓക്കെ, അത് ക്ലിയർ ആയിരുന്നു. മറ്റൊരു ടൈപ്പ് നമ്മൾ പാരലൽ ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുന്നത്. റാക്ക് ആൻഡ് പിനിയൻ. ഓക്കെ, റാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ബാർ ആണ്. ചിത്രത്തിനകത്ത് ഈ നീളത്തിൽ കാണുന്ന സ്ട്രെയിറ്റ് ബാറിനെ വിളിക്കുന്ന പേരാണ് റാക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഇത്തരത്തിൽ ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു സർക്കിളിന്റെ ചെറിയൊരു പോർഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം അതും ഒരു സർക്കിളിന്റെ പോർഷൻ. നമുക്കറിയാം പോയിന്റ് ലൈൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, വലിയൊരു സർക്കിളിന്റെ ഒരു ചെറിയ പോർഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ നമ്മൾ കാണുന്നുണ്ടാകും. ആ സ്ട്രെയിറ്റ് ലൈനിനകത്താണ് റാക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാകും. അതിനകത്ത് എന്താണ് മെഷ് ചെയ്യുന്ന ചെറിയ ഒരു ഗിയർ ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് പിനിയൻ. അതാണ് റാക്ക് ആൻഡ് പിനിയൻ. സോ റാക്ക് ഈസ് എ സ്ട്രെയിറ്റ് ബാർ വിത്ത് toothed surface and a pinion is a small gear. സംശയമൊന്നുമില്ലല്ലോ. റാക്ക് ഗിയർ ഈസ് എ സ്ട്രെയിറ്റ് ആൻഡ് ഹാവ് നോ കർവേച്ചർ. അവിടെ എന്താണ് നമുക്ക് കാണത്തക്ക രീതിയിലുള്ള കർവേച്ചറുകളൊന്നും ഇല്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ടാവും. സോ ഇറ്റ് റെപ്രസെന്റ് എ ഗിയർ ഓഫ് ഇൻഫൈനൈറ്റ് റേഡിയസ്, അല്ലെ, ഇത്തരത്തില് ഒരു ഇൻഫൈനൈറ്റ് റേഡിയസ് ഉള്ള ഒരു ഗിയർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിനൊരു സെന്റർ ഉണ്ട്. ആ സെന്റർ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റിയിലാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത, അല്ലെ. ആ സെന്റർ ഇൻഫിനിറ്റിയിലാണ്. അപ്പൊ ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള ഒരു ഗിയർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ അവിടെ നമുക്ക് പ്രസന്റ്ലി നമുക്ക് കണ്ണുകൊണ്ട് അവിടെ കർവേച്ചർ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അതാണ് റാക്ക് എന്ന് പറയുന്നുണ്ടാവുക. റാക്ക് ആൻഡ് പിനിയൻ ഈസ് എ ടൈപ്പ് ഓഫ് ലീനിയർ ആക്ച്വേറ്റർ. ലീനിയർ ആക്ച്വേറ്റർ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ മാരുതി 800 കാറുകളിലൊക്കെ ഉള്ള സ്റ്റിയറിംഗ് ഗിയറിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സ്റ്റിയറിംഗ് ഗിയറിനകത്തൊക്കെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു മോഷനെ ലീനിയർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ റാക്ക് ആൻഡ് പിനിയൻ ഈസ് എ ടൈപ്പ് ഓഫ് ലീനിയർ ആക്ച്വേറ്റർ ദാറ്റ് കംപ്രൈസസ് എ പെയർ ഓഫ് ഗിയേഴ്സ് ദാറ്റ് കൺവേർട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, റൊട്ടേഷണൽ മോഷൻ ഇൻ ടു ലീനിയർ മോഷൻ. ഇത്തരത്തില് റൊട്ടേഷണൽ മോഷനെ ലീനിയർ മോഷനാക്കാൻ മാറ്റി ലീനിയർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു ഗിയർ ആണ് റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്. ഇത്രയും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, അതായത് നമ്മൾ സ്പർ ഗിയർ കണ്ടു, ഹെലിക്കൽ ഗിയർ കണ്ടു, ഡബിൾ ഹെലിക്കൽ ഗിയർ കണ്ടു, ഹെറിംഗ് ബോൺ ഗിയർ കണ്ടു, അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ ഗിയർ കണ്ടു. അതൊക്കെ എന്ന് പറഞ്ഞാൽ പാരലൽ ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ, രണ്ട് ഷാഫ്റ്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ ആക്സസുകൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രീതിയിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് എന്ന് പറയാം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗിയർ ആണ് ബിവൽ ഗിയർ എന്ന് പറയുന്നത്. ബിവൽ ഗിയർ. ഓക്കെ, സോ ബിവൽ ഗിയർ എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളുടെ ബിവൽ ഗിയർ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു കോണ്, അല്ലെ, നമുക്കറിയാം ഇതാണ് നമ്മളുടെ കോൺ എന്ന് പറയുന്നത്. സോ കോണിനെ നമ്മൾ ഒരു പ്ലെയിൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തില് ആ ഒരു എന്താണ് അതിനെ നമ്മൾ എന്താ പറയാ, ഇത്തരത്തിൽ പറയാം ട്രങ്കേറ്റഡ്, അല്ലെ, ട്രങ്കേറ്റഡ് ആയിട്ടുള്ള കോൺ എന്ന് പറയാം. സോ അത്തരത്തില് ട്രങ്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർക്കുലർ കോൺ ആണ് ബേസിക്കലി അതിനകത്ത് നമ്മൾ ടീത്തുകൾ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ബിവൽ ഗിയർ കിട്ടുന്നുണ്ടാവുക. So the shape of such gear in a truncated right circular cone with the teeth on the curved surface. ആ curved surfaceൽ നമ്മൾ ടീത്തുകൾ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രങ്കേറ്റഡ് കോൺ ആണ് അതിന്റെ ഷേപ്പ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ബെവൽ ഗിയർ ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് മോഷൻ ബിറ്റ്വീൻ ഷാഫ്റ്റ് അറ്റ് വേരിയസ് ആംഗിൾസ് ടു ഈച്ച് അതർ. ഇത്തരം എന്താണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ ബെവൽ ഗിയറുകൾ യൂസ് ചെയ്യാറുണ്ട്. ടീത്ത് പ്രൊഫൈൽ മേ ബി സ്ട്രെയിറ്റ് ഓർ സ്പൈറൽ. ഇത്തരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ചരിച്ചുള്ള രീതിയിൽ നമുക്ക് എന്താണ് സ്പൈറൽ ആയിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആണെന്നതും ഓർത്തിരിക്കാം.
നെക്സ്റ്റ് മീറ്റർ ഗിയർ ആണ്. മീറ്റർ ഗിയർ. സോ മീറ്റർ ഗിയറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് രണ്ട് ബെവൽ ഗിയറുകൾ തന്നെയാണ്, പക്ഷെ സെയിം സൈസ് ഉള്ള രണ്ട് ഗിയറുകളാണ് നമ്മൾ മെഷീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റർ ഗിയർ എന്ന് പറയാം. ടു ബെവൽ ഗിയർ ഓഫ് ഈക്വൽ സൈസ്, അല്ലെ, രണ്ട് ഈക്വൽ സൈസ് ഉള്ള രണ്ട് ബെവൽ ഗിയറുകൾ മെഷീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ഈക്വൽ നമ്പർ ഓഫ് ടീത്തുകളായിരിക്കും ഉണ്ടാവുക. കണക്ടിങ് ടു ഷാഫ്റ്റ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ഇസ് കോൾഡ് മീറ്റർ ഗിയർ. അതായത് രണ്ട് ഷാഫ്റ്റിന്റെ ആക്സിസ് എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ആണ്, അല്ലെ, 90 ഡിഗ്രിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് മീറ്റർ ഗിയർ എന്ന് പറയാം, മീറ്റർ ഗിയറിംഗ് എന്ന് പറയാം. അവിടെ രണ്ട് ബെവൽ ഗിയറുകൾ തന്നെയാണ്, സെയിം സൈസിലുള്ള അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് ടീത്തുകളുള്ള രണ്ട് ബെവൽ ഗിയറുകൾ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 90 ഡിഗ്രി നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് മീറ്റർ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈപ്പ് നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് ആണ്. നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ക്യൂ ഷാഫ്റ്റ്. അവിടെ പാരലൽ ആണോ അല്ല, അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ അതും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ഗിയറാണ് സ്ക്യൂ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. സോ അതിൽ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗിയർ ആണ് ഹൈപ്പോയിഡ് ഗിയർ. ഏതാണ് ഹൈപ്പോയിഡ് ഗിയർ? സോ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ഹൈപ്പോയിഡ് ഗിയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹൈപ്പോയിഡ് ഗിയർ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു മോഡിഫിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് ഫോം ഓഫ് ബെവൽ ഗിയർ തന്നെയാണ്. സോ ഹൈപ്പോയിഡ് ഗിയർ എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് ഫോം ഓഫ് ബെവൽ ഗിയർ തന്നെയാണ്. വേർ ദ ഷാഫ്റ്റ് ആർ അറ്റ് റൈറ്റ് ആംഗിൾ ബട്ട് ദേ ഡു നോട്ട് ഇന്റർസെക്ട്, അല്ലെ, ഇത്തരത്തില് ആ ഷാഫ്റ്റ് റൈറ്റ് ആംഗിൾ ആയിട്ടാണ്, അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ, പക്ഷെ അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവില്ല. സോ ഇതിന്റെ ആക്സസ് ഇവിടെയും ഇതിന്റെ ആക്സസ് ഇവിടെയാണ്. ആക്സസുകൾ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ പെർപെൻഡിക്കുലർ ആണെന്നുള്ള ഓർത്തിരിക്കാം. അത് അവിടെ ഒരു ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ചെയ്ത് നിർത്തുണ്ടാവും, അല്ലെ, ഒരു ചെറിയ ഡിസ്റ്റൻസിൽ ഓഫ്സെറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടാകും, ഒരു ചെറിയ ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ചെയ്തിട്ടുണ്ടാകും, യൂസ്ഡ് ഫോർ ഷാഫ്റ്റ് ഹാവിംഗ് ആൻഡ് ഓഫ്സെറ്റ്, അല്ലെ, ചെറിയൊരു ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ സ്ക്യൂ ഷാഫ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈപ്പോയിഡ് ഗിയർ എന്ന് പറയാം. ഓക്കെ, സ്ക്യൂ ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഗിയർ ആണ് ഹൈപ്പോയിഡ് ഗിയർ എന്ന് പറയുന്നത്. മോഡിഫിക്കേഷൻ ഓഫ് ബെവൽ ഗിയർ ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടെ രണ്ട് ആക്സസും ഒരു ചെറിയ ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. യൂസ് ഇൻ ഓട്ടോമോട്ടീവ് ഡിഫറൻഷ്യൽ ഗിയർ ബോക്സസിലെ ഓട്ടോമൊബൈലിലൊക്കെ ഉള്ള ഡിഫറൻഷ്യൽ ഗിയർ ബോക്സസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സിമിലർ ടു സ്പൈറൽ ബെവൽ ഗിയർ ബട്ട് പിച്ച് സർഫസ് ആർ ഹൈപ്പർബോളോയിഡ് നോട്ട് കോണിക്കൽ. ഇവിടെ ശ്രദ്ധിക്കുക, അതിന്റെ ആ ഒരു ഷേപ്പ് വന്നിട്ട് ഹൈപ്പർബോളോയിഡിലാണ്. ഹൈപ്പർബോളോയിഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ഷേപ്പാണ് അതിന്റെ ഉണ്ടാവുക. സോ അത് പകുതി കട്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുന്നുണ്ടാകും. സോ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ഹൈപ്പർബോളോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പർബോളോയിഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹൈപ്പർബോളോയിഡ് ആണ്. അവിടെ കോണിക്കൽ അല്ല ഷേപ്പ് എന്നുള്ളത് ഓർത്തിരിക്കാം. കോണിക്കൽ ഷേപ്പ് അല്ല, ഹൈപ്പർബോളോയിഡ് ഷേപ്പാണ് ഹൈപ്പോയിഡ് ഗിയറുകളിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട അവസാനത്തെ ഗിയർ ആണ് വോം ആൻഡ് വോം വീൽ എന്ന് പറയുന്നത്. വോം ആൻഡ് വോം വീൽ. So worm and worm gear is a fairly long cylindrical part having a thread on the surface. ഇതാണ് നമ്മുടെ worm gear എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ worm wheel എന്ന് പറയുന്നത്. So worm gear ഉണ്ടാവും, worm wheel ഉണ്ടാവും. So worm and worm wheel are gear set that offer high gear reduction and torque. അതായത് ഈ പറഞ്ഞ രീതിയിൽ സ്പീഡ് റിഡക്ഷൻ വളരെയധികം കൂടുതലായിട്ടുള്ളതും ടോർക്ക് വളരെയധികം നമുക്ക് കൂടുതൽ കിട്ടുന്ന ടൈപ്പുമാണ് നമ്മളുടെ ആ ഒരു വോം ആൻഡ് വോം ഗിയർ എന്ന് പറയുന്നത്, അല്ലെ. ഇത്തരത്തില് സ്പീഡ് റിഡക്ഷൻ വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ടോർക്ക് മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഗിയർ ആണ് വോം ആൻഡ് വോം വീൽ എന്ന് പറയുന്നത്. വോം വിൽ ഓൾവേസ് ബി എ ഡ്രൈവർ. വോം ഗിയർ വഴിയായിരിക്കും, വോം ആയിരിക്കും ഡ്രൈവർ എന്ന് പറയുന്നുണ്ടാവുക. ഇതെന്ന് പറയുന്നതായിരിക്കും ഡ്രിവൺ ആയിരിക്കും, അല്ലെ. സോ ദിസ് വൺ ഈസ് ഡ്രിവൺ. ഓക്കെ, ഫൈൻ. So used in feed mechanism of machine tool ഒക്കെ ഫീഡ് മെക്കാനിസം യൂസ് ചെയ്യാറുണ്ട്. ലാർജ് സ്പീഡ് റിഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാർജ് സ്പീഡ് റിഡക്ഷൻ ആസ് ഹൈ ആസ് 300:1, അല്ലെ. ഇത്തരത്തില് 300 തവണ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളുടെ വീല് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവാം. 300 തവണ നമ്മളുടെ ആ ഒരു വോം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും വോം അല്ലെങ്കിൽ വീല് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളതും ഓർത്തിരിക്കാം. അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഗിയറിംഗിന്റെ ആ ഒരു ടൈപ്പ് പ്രകാരം നമുക്ക് എക്സ്റ്റേണൽ ഗിയറിംഗ് എന്നും ഇന്റേണൽ ഗിയറിംഗ് എന്നും ക്ലാസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മൾ എക്സ്റ്റേണൽ ടൈപ്പ് ഗിയറിംഗ് എന്ന് പറയുന്നത്. two gears of the two shaft mesh externally with each other. ഇത്തരത്തില് പുറത്തുകൂടി, അല്ലെ, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്താണ് മെഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തില് എക്സ്റ്റേണൽ ഗിയറിംഗ് എന്ന് പറയാം. ലാർജർ ഗിയർ ഇസ് കോൾഡ് വീൽ ഓർ സിംപ്ലി ഗിയർ. ലാർജർ വീലിനെ വിളിക്കുന്ന പേരാണ് വീൽ അല്ലെങ്കിൽ ഗിയർ എന്ന് വിളിക്കുന്നുണ്ടാവുക. ചെറിയനെ നമ്മൾ എന്താ വിളിക്കുക? പിനിയൻ എന്നാണ്, അല്ലെ. നമ്മൾ ഓൾറെഡി കണ്ടു, പിനിയൻ എന്നാണ് നമ്മളെ ഇതിനെ വിളിക്കുക, പിനിയൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ടു ഗിയേഴ്സ് ഓൾവേസ് റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇത് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പൊ എല്ലായ്പ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എക്സ്റ്റേണൽ ഗിയറുകൾ, രണ്ട് അടുത്തടുത്തുള്ള എക്സ്റ്റേണൽ ഗിയറുകൾ മെഷർ ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക.
നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഗിയറിംഗ് അത് ഇന്റേണൽ ഗിയറിംഗ് ആണ്. ഇന്റേണൽ ഗിയറിംഗ് എന്ന് പറയുമ്പോൾ ഉള്ളിലായിരിക്കും അല്ലെ, ഒന്നിനുള്ളിലായിരിക്കും അതിന്റെ ഗിയറിംഗ് ഉണ്ടാവുക. 2 gears mesh internally വിത്ത് ഈച്ച് അതർ. ഇന്റേണൽ ആയിട്ട് മെഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്റേണൽ ഗിയറിംഗ്. ലാർജർ ഗിയർ ഇസ് കോൾഡ് ആനുലാർ വീൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് ആനുലാർ വീൽ എന്ന് പറയുന്നത്. ആനുലാർ വീൽ മറ്റൊരു പേര് പറയാറുണ്ട്, ആനുലാർ ഗിയർ എന്നും പറയാറുണ്ട്. ആൻഡ് സ്മോളർ ഗിയർ ഇസ് കോൾഡ് പിനിയൻ. ഇവിടെയും ചെറിയ ഗിയറിനെ വിളിക്കുന്ന പേര് എന്താണ്? പിനിയൻ എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും. ഇത്തരത്തില് രണ്ടും റൊട്ടേറ്റ് ചെയ്യുക, മെഷ് ചെയ്യുന്ന സമയത്ത് രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? സെയിം ഡിറക്ഷനിലാണ്. എന്നാൽ എക്സ്റ്റേണൽ ഗിയറിനകത്ത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഓർത്തിരിക്കാം. ദെൻ അക്കോർഡിംഗ് ടു പെരിഫറൽ വെലോസിറ്റി ഓഫ് ദ ഗിയർ, അല്ലെ, ഗിയറിന്റെ ഒരു പെരിഫറൽ വെലോസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോ വെലോസിറ്റി ഗിയർ, മീഡിയം വെലോസിറ്റി ഗിയർ, ഹൈ സ്പീഡ് ഗിയർ എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലോ വെലോസിറ്റി ഗിയർ എന്ന് പറഞ്ഞാൽ ഗിയർ ഹാവിംഗ് വെലോസിറ്റി ലെസ് ദാൻ 3 meter per second, അല്ലെ, 3 meter per second വെലോസിറ്റി താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ വെലോസിറ്റി ഗിയർ. മീഡിയം വെലോസിറ്റി ഗിയർ എന്ന് പറഞ്ഞാൽ 3 to 15 meter per second, അല്ലെ, 3 മുതൽ 15 meter per second ആണെങ്കിൽ മീഡിയം വെലോസിറ്റി ഗിയർ. അതുപോലെ തന്നെ മോർ ദാൻ 15 meter per second ആണെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡ് ഗിയർ എന്നുള്ളത് ഓർത്തിരിക്കാം, ഹൈ സ്പീഡ് ഗിയർ. ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിയർ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതുള്ളത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ചോദ്യം ഇതാണ്, വാട്ട് ടൈപ്പ് ഓഫ് പവർ ട്രാൻസ്മിഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ സ്പർ ഗിയർ? സ്പർ ഗിയറിന്റെ സഹായത്തോടു കൂടി ഏത് തരത്തിലുള്ള പവർ ട്രാൻസ്മിഷൻ ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പാരലൽ ട്രാൻസ്മിഷൻ, ഓപ്ഷൻ ഡി ആംഗുലാർ ട്രാൻസ്മിഷൻ, ഓപ്ഷൻ സി ഇന്റർസെക്റ്റിംഗ് ട്രാൻസ്മിഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അല്ലെ, നമുക്കറിയാം സ്പർ ഗിയർ നമ്മൾ എവിടെ യൂസ് ചെയ്തത്? പാരലൽ ഷാഫ്റ്റുകളിലാണ്, അല്ലെ, പാരലൽ ഷാഫ്റ്റുകളിലാണ് നമ്മൾ സ്പർ ഗിയർ യൂസ് ചെയ്തത്. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാരലൽ ട്രാൻസ്മിഷൻ. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഗിയർ ആർ യൂസ്ഡ് ഇൻ കണക്ടിങ് ടു കോപ്ലനാർ ആൻഡ് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്? അല്ലെ, ഒരേ പ്ലെയിനിലുള്ള ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പാണ്? വോം ആൻഡ് വോം ഗിയർ അല്ലല്ലോ നമുക്കറിയാം. അത് ഇത്തരത്തില് നോൺ ഇന്റർസെക്റ്റിംഗ്, നോൺ പാരലൽ ആണ്. സോ ഹെലിക്കൽ ഗിയർ, സ്പർ ഗിയർ, ബിവൽ ഗിയർ. നമുക്ക് ഇവിടെ എന്താണ് ഉത്തരം വരിക? ഇവിടെ നമുക്ക് ബിവൽ ഗിയർ ആണ് നമുക്ക് ഉത്തരം വരിക, അല്ലെ, ബിവൽ ഗിയർ ആണ്. ഒരേ പ്ലെയിനിലുള്ള ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിവൽ ഗിയർ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഇവിടെ നമുക്ക് രണ്ടും എന്താണ്, ദാറ്റ് ഈസ് പാരലൽ ഷാഫ്റ്റ് ആണ്, ഇത് എക്സ്റ്റേണൽ ഗിയറിംഗ് ആണ്. ഇതാണ് നമ്മുടെ എന്താണ് ഇത്തരത്തിൽ രണ്ടും എന്താണ് നോൺ ഇന്റർസെക്റ്റിംഗ്, നോൺ പാരലൽ ആയിട്ടുള്ള സ്ക്യൂ ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വോം ആൻഡ് വോം ഗിയർ. ഇതാണ് നമ്മുടെ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്. സോ ബിവൽ ഗിയർ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റേ ചോദ്യം, the upward and downward motion of the spindle of a drilling machine is controlled by the mechanism of dash. So upward and downward motion of spindle of a drilling machine is controlled by the mechanism. ഈ പറയുന്ന സ്പിൻഡിലിന്റെ ആ താഴേക്കും മുകളിലേക്കുമുള്ള ആ ഒരു upward and downward motion നമ്മൾ എങ്ങനെ, ഏത് മെക്കാനിസത്തിന്റെ സഹായത്തോടു കൂടിയാണെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ ബെൽറ്റ് ഡ്രൈവ്, ഓപ്ഷൻ ബി ചെയിൻ ഡ്രൈവ്, ഓപ്ഷൻ സി ക്യാം ആൻഡ് ഫോളോവർ, ഓപ്ഷൻ ഡി റാക്ക് ആൻഡ് പിനിയൻ. നമുക്ക് ഉത്തരം പറയാം റാക്ക് ആൻഡ് പിനിയൻ ആണ്. സോ ദാറ്റ് ഈസ് റൊട്ടേഷണൽ മോഷനെ നമ്മൾ ലീനിയർ മോഷൻ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടാകും. സോ അത്തരത്തിൽ റാക്ക് ആൻഡ് പിനിയൻ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ്, when the angle between the shaft is 90 degree and the two gear of pair have equal number of teeth, they are called dash. ഇത്തരത്തിൽ 90 ഡിഗ്രി ആണ്, ഷാഫ്റ്റിന്റെ ആക്സിസ് 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ എന്താണ്, അത്തരത്തിൽ രണ്ട് ഗിയറുകളുടെയും ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ആണ്, സെയിം സൈസ് ആണെന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ ഡി മിറ്റർ ഗിയർ, ഓപ്ഷൻ ഡി മിറ്റർ ഗിയർ ആണ്, അല്ലെ. സ്പർ ഗിയർ ആണോ? അല്ല. സ്പൈറൽ ഗിയർ അല്ല, ഹെലിക്കൽ ഗിയർ അല്ല. സോ ഓപ്ഷൻ ഡി മീറ്റർ ഗിയർ ആണ്. സെക്കൻഡ് ഓഫ് ബെവൽ ഗിയർ ഹാവിംഗ് സെയിം സൈസ്, അല്ലെ, ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ബിറ്റ്വീൻ 90 ഡിഗ്രി. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അവിടെ സ്പീഡ് റിഡക്ഷൻ ഒന്നും നടക്കുന്നുണ്ട്. അവരെ കാര്യം രണ്ടും ഒരേ നമ്പർ ഓഫ് ടീത്തുകൾ ആയതുകൊണ്ടാണ്. പക്ഷെ എന്താണ് അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. തരത്തിൽ 90 ഡിഗ്രി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, പക്ഷെ സ്പീഡ് റിഡക്ഷനോ വേരിയേഷനോ ഒന്നും അവിടെ സാധിക്കില്ല. മറ്റൊരു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് റൊട്ടേഷണൽ മോഷൻ ഇൻ ടു ട്രാൻസ്ലേഷൻ മോഷൻ? റൊട്ടേഷണൽ മോഷനെ നമ്മൾ ട്രാൻസ്ലേഷൻ മോഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഓപ്ഷൻ എ ബെവൽ ഗിയർ അല്ല, ഓപ്ഷൻ ബി ഡബിൾ ഹെലിക്കൽ ഗിയർ അല്ല, ഓപ്ഷൻ സി വോം ഗിയർ അല്ല, ദാറ്റ് ഈസ് റാക്ക് ആൻഡ് പിനിയൻ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി റാക്ക് ആൻഡ് പിനിയൻ ആണ് നമ്മുടെ ഉത്തരം. സോ ശ്രദ്ധിക്കുക, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. റൊട്ടേഷണൽ മോഷനെ ലീനിയർ മോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷനിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസം റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം. അവിടെ യൂസ് ചെയ്യുന്ന ഗിയർ ആണ് റാക്ക് ആൻഡ് പിനിയൻ. സോ ബെവൽ ഗിയർ എന്താണെന്നുള്ളത് അറിയാം. സോ റൊട്ടേഷണൽ മോഷൻ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ആക്സിസ് അറ്റ് റൈറ്റ് ആംഗിൾ, അത്തരത്തിൽ റൈറ്റ് ആംഗിൾ ആയിട്ടൊക്കെ നമ്മളുള്ളത് 90 ഡിഗ്രി ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെവൽ ഗിയർ അല്ലെങ്കിൽ മീറ്റർ ഗിയർ യൂസ് ചെയ്യാൻ പറ്റും. വോം ഗിയർ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ലാർജ് സ്പീഡ് റിഡക്ഷൻ ആണ് അതിന്റെ പ്രത്യേകത. സിംഗിൾ സ്റ്റേജിലൊക്കെ വളരെയധികം ലാർജ് റിഡക്ഷൻ നമുക്കറിയാം. 300:1 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവിടെ കുറയ്ക്കാൻ സാധിക്കും.
ഡബിൾ ഹെലിക്കൽ ഗിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൊട്ടേഷൻ മോഷൻ ട്രാൻസ്ഫർ ബിറ്റ്വീൻ പാരലൽ ആക്സിസ് ആണ്. പാരലൽ ആയിട്ടുള്ള ഷാഫ്റ്റുകൾക്കിടയിലാണ് ഡബിൾ ഹെലിക്കൽ അല്ലെങ്കിൽ ഹെറിംഗ് ബോൺ ഗിയറുകൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. റാക്ക് ആൻഡ് പിനിയൻ നമുക്കറിയാം റൊട്ടേഷനെ ലീനിയർ മോഷൻ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ കൺവേർഷൻ ചെയ്യുന്നുണ്ടാകും. മറ്റൊരു ചോദ്യം, വെൻ ദ ഷാഫ്റ്റ് ആക്സിസ് ആർ അറ്റ് ആൻ ഓഫ്സെറ്റ് വിച്ച് ടൈപ്പ് ഓഫ് ഗിയർ ആർ യൂസ്ഡ്? അതായത് ഷാഫ്റ്റിന്റെ ആക്സിസുകൾ ഓഫ്സെറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്പം ഓഫ്സെറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടാകും. അപ്പൊ അത്തരത്തിൽ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഏത് ഗിയറുകൾ യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. വെൻ ദ ഷാഫ്റ്റ് ആക്സിസ് ആർ അറ്റ് ആൻ ഓഫ്സെറ്റ് വിച്ച് ടൈപ്പ് ഓഫ് ഗിയർ ആർ യൂസ്ഡ്? ഓപ്ഷൻ എ മീറ്റർ ഗിയർ അല്ല, ഓപ്ഷൻ ബി ഹൈപ്പോഡ് ഗിയർ ആണ്, ഓപ്ഷൻ സി സ്പൈറൽ ബെവൽ ഗിയർ അല്ല, സീറോൾ ഗിയർ അല്ല. അത്തരത്തിൽ ഉത്തരം ഓപ്ഷൻ ബി ഹൈപ്പോഡ് ഗിയർ ആണ്. ഹൈപ്പോഡ് ഗിയർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. So hypoid gear are mounted on the non-parallel, non-intersecting shaft. The non-parallel, non-intersecting shaft കളാണ് നമ്മൾ സാധാരണ hypoid gear യൂസ് ചെയ്യുന്നുണ്ടാവുക. Shaft having an offset ഉണ്ടാവില്ല. Offset distance മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ആക്സിസ്. സോ ഇതാണ് നമ്മുടെ ആ ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ എക്സ്. മറ്റൊരു ചോദ്യം, the motion transmitted between teeth of two spur gear is generally, അല്ലെ രണ്ട് സ്പർ ഗിയർ മെഷ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ സ്ലൈഡിംഗ് അല്ല, ഓപ്ഷൻ ബി റോളിംഗ് അല്ല, ഓപ്ഷൻ സി റോട്ടറി അല്ല, ഇത്തരത്തിൽ പാർഷ്യലി സ്ലൈഡിംഗ് ആൻഡ് പാർഷ്യലി റോളിംഗ് എന്ന് ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി റൈറ്റ് ആൻസർ, പാർഷ്യലി സ്ലൈഡിംഗ് ആൻഡ് പാർഷ്യലി റോളിംഗ്. മറ്റൊരു ചോദ്യം, ഹൈ സ്പീഡ് ഗിയേഴ്സ് ആർ ഗിയർ വിത്ത് പെരിഫറൽ വെലോസിറ്റി ഡാഷ്. ഹൈ സ്പീഡ് ഗിയർ, ലോ സ്പീഡ് ഗിയർ, മീഡിയം സ്പീഡ് ഗിയർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഹൈ സ്പീഡ് ഗിയർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 മീറ്റർ പെർ സെക്കൻഡ് അല്ല, ഓപ്ഷൻ ബി മോർ ദാൻ 15 മീറ്റർ പെർ സെക്കൻഡ് അല്ല എന്നുള്ളത് അറിയാം. ഓക്കെ, സോറി, അത് മോർ ദാൻ 15 മീറ്റർ പെർ സെക്കൻഡ് നോക്കാം, മോർ ദാൻ 10 മീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ തന്നെ മോർ ദാൻ 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഹൈ സ്പീഡ് ഗിയർ ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 15 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുള്ളത് നമുക്കറിയാം. മോർ ദാൻ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഹൈ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.